എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ വിമല കോളേജ് BSc മാത്സ് 77 ബാച്ചിൽ ഉൾപ്പെട്ട കുറച്ച് കൂട്ടുകാരുടെയും അവരുടെ കൂട്ടുകാരുടെയും കാശ്മീർ യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1980 തൃശ്ശൂർ വിമല കോളേജിൽ നിന്ന് മാത്സിന് ഡിഗ്രി എടുത്തിറങ്ങിയത്. പിന്നെ ബി.എഡിന് പോയി. പലരും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, ജോലിയായി, തിരക്കായി. പിന്നെ ആരെയും കാണുന്നുമില്ല, അറിയുന്നുമില്ല. അങ്ങനെ തിരക്കിലിങ്ങനെ പോവല്ലേ. പിന്നെ 2016 വിമല കോളേജ് ഹോസ്റ്റലിലുണ്ടായിരുന്നവർ 76 ആള് ഒരു സ്ഥലത്ത് കൂടിയത്. അങ്ങനെ ഹോസ്റ്റലുകാരിൽ കുറച്ച് മാത്സുകാരെയും കണ്ടു. ക്ലാസ്സിലുണ്ടായിരുന്നവർ അവരോട് ചോദിച്ചു ബാക്കിയുള്ളവരെ. അങ്ങനെ ഒരു 36 ആളുടെ ഒരു ഗ്രൂപ്പ് 2019 ഉണ്ടാക്കിയത്. വിമല മാത്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ കണ്ടുപിടിച്ചു, വർത്താനം പറഞ്ഞു, ഒരു സ്ഥലത്ത് കൂടി. അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ കൂടാറുണ്ട്. റിസോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടുകളിൽ വൺ ഡേ, ഒരു ദിവസം രാവിലെ വന്ന് പിറ്റേ ദിവസം വൈകുന്നേരം പോകുന്ന പോലെ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മെയ്യിൽ തുമ്പൂർമുറിയിൽ കൂടുമ്പോൾ 10-15 ആളുണ്ടാവും. രാത്രി നിൽക്കാൻ അധികം പേരുണ്ടാവില്ല, വന്നു പോകുന്നവരൊക്കെ ആയിട്ട്. പിന്നെ കുറേ പേര് പുറത്താണ്, കേരളത്തിലില്ലാത്തവരാണ്. എന്തായാലും അങ്ങനെ മെയ്യിൽ തുമ്പൂർമുറിയിൽ വെച്ച് കൂടിയപ്പോൾ എന്നാൽ നമുക്കിനി ഒന്ന് കാശ്മീരിൽ പോയാലോ എന്നുള്ളൊരു സംസാരം ഉണ്ടായത്. അത് പിന്നെ അവിടെ കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് പല കാരണങ്ങൾ കൊണ്ടും പല തിരക്കുകൾ കൊണ്ടും പിന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഡിസംബർ ആയപ്പോഴാണ് എന്നാൽ പിന്നെ കാശ്മീരിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാമെന്നുള്ളൊരു ഇതിലെത്തിയത്. അപ്പം അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ സാന്റാമോണിക്കക്കാർ, ടൂർ പാക്കേജുകാർ ഏപ്രിലാകുമ്പോൾ പൂക്കളുണ്ടാവില്ല, അത് കാണാമെന്നുള്ള കണക്കിനാണ് ഏപ്രിലിൽ പോകുന്ന സമയങ്ങൾ പറഞ്ഞു. അതുപോലെ ഏകദേശം ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എന്നുള്ള കണക്കിന് ഏപ്രിൽ 5 ടൂറ് തിരഞ്ഞെടുത്തു. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ മാത്സ് ഗ്രൂപ്പിൽ ഒരു 7 ആളുണ്ട്. തൃശ്ശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ള കൂട്ടുകാരൊരു 3 ആളുണ്ട്. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൻസിയുടെ 3 നാത്തുമാരും ഒരു അനിയത്തിയും. അങ്ങനെ ഞങ്ങൾ തന്നെ 16 ആളായി. വിമല കോളേജുമായി ബന്ധപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ ഞങ്ങളുടെ പരിചയക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട് 16 ആളായി. അപ്പോൾ ടൂർ പാക്കേജുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് 16 ആൾ കഴിച്ച് ബാക്കി കുറച്ച് പേരെയും കൂടി, അതായത് ആകെ 25 ഒരാൾ ടൂർ മാനേജറാണ്. കുറച്ചാളെയും കൂടിയും അവർ ഫാമിലീനെയും കൂടി ഇടുന്നു പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബറിലാണ് അതിനെക്കുറിച്ചുള്ള ഡിസംബറിൽ പൈസ കൊടുത്തു. ആദ്യത്തെ ഒരു 5000 രൂപ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. പിന്നെ ഇത്രയും മാസം കഴിഞ്ഞ് ഏപ്രിലാണ് പോണത്. കുറേ നാളുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കും. ഞങ്ങളുടെ കാശ്മീർ യാത്ര പാക്കേജ് ടൂറ് 59,000 രൂപയാണ് പറഞ്ഞിരുന്നത്. അത് ഒരു 3 ഘട്ടമായിട്ട് പൈസ വാങ്ങുകയാണ് ചെയ്തത്. ഗൂഗിൾ പേ ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെയെങ്കിലും. അങ്ങനെ ഏപ്രിലിൽ പോകാമെന്നുണ്ടെങ്കിൽ മാർച്ചിലാണ് അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പോകുന്നവരുടെ മുഴുവൻ, എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഞങ്ങൾ വിമലക്കാരും അവരുടെ കൂട്ടുകാരും കൂടിയുള്ള ഗ്രൂപ്പ് 16 ആള് ഞങ്ങൾ ഒരു സൂം മീറ്റിംഗ് വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് എന്തൊക്കെ സേവനങ്ങൾ എന്ന് എടുക്കണം. നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് എത്ര വേണം, പിന്നെ സ്വെറ്റർ എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ
ടൂർ ഗ്രൂപ്പുകാർ പറഞ്ഞിരുന്നു. എന്നാലും നമുക്ക് കൊച്ചു കൊച്ചു സംശയങ്ങളുണ്ടാവും. അപ്പം നമ്മളത് ചർച്ച ചെയ്ത് എന്തൊക്കെ കൈപിടിക്കണം എന്നുള്ളതെല്ലാം ആലോചിച്ച് ഗ്രൂപ്പിലത് ചിലതൊരു സൂം മീറ്റിംഗ് കൂടി മറ്റുള്ള പ്രധാനപ്പെട്ട ബോണസൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് തന്നെയാണ് എല്ലാവരും കൂടി പോകാൻ റെഡിയായത്. അങ്ങനെ 5-ാം തീയതി 6 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്താനാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് 11 ആളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ട്രാവലർ വിളിച്ചു പോയി. പിന്നെ ആൻസിയുടെ കുടുംബക്കാരും പിന്നെ തമാശയായിട്ട് എല്ലാവരും അവരൊരുമിച്ച് ആൻസിയുടെ കുടുംബക്കാരനാണ് വിളിച്ചിരുന്നത്. അങ്ങനെ അവർ വേറെ കോട്ടയം തൊടുപുഴ ഭാഗത്തു നിന്നുള്ളവരാണ്. അവർ വേറെ വന്നു. അങ്ങനെ 16 ആളും ആദ്യം എത്തി. കുറേ പേരെ പരിചയമില്ലാത്തവരുണ്ടല്ലോ, എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ അപ്പോഴേക്കും ബാക്കിയുള്ളവരും ഇന്ന പില്ലറിൻ്റെ അടുത്ത് നിൽക്കാനാണ് പറയുക. അങ്ങനെ പില്ലറിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ടൂർ ഗ്രൂപ്പുകാർ വരുമ്പോൾ നമുക്ക് തൊപ്പി തരും, ഇൻസ്ട്രക്ഷൻസ് തരും. പിന്നെ അങ്ങനെ തന്നെ എയർപോർട്ടിലേക്ക് കടന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് 8:30 ഡൽഹിയിലെത്തിയിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫുഡ് കഴിക്കാനൊക്കെ ഇത്തിരി വിഷമായിരുന്നു. ഞങ്ങൾ ഓടുന്നതിൻ്റെ ഇടയിൽ, അടുത്ത ഗേറ്റിലേക്ക് ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു ബർഗർ, ഞങ്ങൾ 5-6 ആൾ കൂടിയിട്ട് ഒരു ബർഗർ ഓരോരുത്തരും ഒരു ബർഗർ വാങ്ങി കയ്യിൽ പിടിച്ച് ഫ്ലൈറ്റിൽ കയറിയിരുന്ന് കഴിക്കുക ചെയ്ത്. അങ്ങനെ ഒരു ഉച്ചതിരിയണ നേരം 5 മണിയോട് കൂടിയാണ് ശ്രീനഗറിലെത്തിയത്. ശ്രീനഗറിലെത്തുമ്പോൾ തന്നെ ജനലിൽ കൂടെ കടുകുപാടങ്ങളുടെ മഞ്ഞനിറവും മഞ്ഞണിഞ്ഞ മലനിരകളും ഒക്കെ പേണിന്ന് തന്നെ കണ്ടു. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ വെൽക്കം ടു കാശ്മീർ എന്നുള്ള ബോർഡിൻ്റെ അടിയിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാൻ തിരക്കായിരുന്നു. പിന്നെ ഹോട്ടലെന്ന് പറയുന്നത് 10 മിനിറ്റ് ദൂരമുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഹോട്ടലിലെത്തി. പിന്നെ അന്ന് വേറെ പുറത്തേക്കൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം എത്ര മണിക്കാന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടിയിരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ പാടി പിറ്റേ ദിവസം രാവിലെ എത്ര മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഐറ്റിനറിയിൽ ഓരോ ദിവസവും എന്താണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു. ആദ്യത്തെ ദിവസം രാവിലെ തന്നെ സോനാമാർഗിൽ പോവും. 2-ാമത്തെ ദിവസം ഗുൽമാർഗിലാണ്. പിന്നെ 3-ാമത്തെ ദിവസം ആ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പഹൽഗാമിൽ പോയി അവിടെ ഹോട്ടലിൽ നിൽക്കും. പിറ്റേ ദിവസം അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പഹൽഗാമിൽ തന്നെ ABC വാലീസൊക്കെ കണ്ട് തിരിച്ചു വരും വീണ്ടും ശ്രീനഗറിലേക്ക്. പിന്നെ ശ്രീനഗറിൽ പിറ്റേ ദിവസം ഷിക്കാര റൈഡും മുഗൾ ഗാർഡൻസും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂലിപ്പ് ഗാർഡൻ ഒക്കെ കണ്ട് അന്ന് വൈകുന്നേരം ഹോട്ടലിൽ തങ്ങി പിറ്റേ ദിവസം രാവിലെ, അതായത് 5 നൈറ്റും 6 ഡേയും അത് എല്ലാവരും പഹൽഗാമിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിട്ടാണ് ബേതാബ് വാലി. ബേതാബ് വാലി എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ 1983 സണ്ണി ഡിയോളും അമർദാസ് സിംഗൊക്കെ അഭിനയിച്ച ബേതാബ് എന്ന് പറഞ്ഞ സിനിമ അവിടെ ഷൂട്ട് ചെയ്തു. സിനിമയ്ക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. മഞ്ഞണിഞ്ഞ മലനിരകളും പച്ചപ്പുള്ള പാർക്കും ഒരു അരുവിയും ഒക്കെ ആയിട്ട് സിനിമയ്ക്ക് പറ്റിയ നല്ലൊരു സ്ഥലം. 4-ാം ദിവസത്തെ യാത്ര പഹൽഗാം എന്ന് പറഞ്ഞ ആട്ടിടയരുടെ താഴ്വര. അതിൽ നിന്ന് നമുക്കറിയാലോ പച്ചപ്പുല്ല് നിറഞ്ഞ താഴ്വരകൾ, ലിഡർ നദിയും അതിൻ്റെ പോഷക നദികൾ ഒഴുകുന്ന മനോഹരമായ ഒരു താഴ്വര. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അമർനാഥ് യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചന്ദൻവാടി എന്ന് പറയുന്നത് സ്ഥലം പഹൽഗാമിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രം അകലെയാണ്. എല്ലാ കൊല്ലവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് 10,000-കണക്കിന് ടൂറിസ്റ്റുകളാണ് അവിടെ എത്താറുള്ളത്. ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച് പഹൽഗാമിന്റെ ആദ്യത്തെ പേര് ബൈൽഗാവ് എന്നായിരുന്നു അത്ര, അതായത് കാളയുടെ ഗ്രാമം. ശിവൻ
അമർനാഥിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്റെ കാളയായ നന്ദിയെ നിർത്തിയ സ്ഥലം എന്നാണ് പറയണത്. അമർനാഥ് കേവിലേക്ക് ചന്ദൻവാടിയിൽ നിന്ന് 32 കിലോമീറ്റർ നടക്കണം. തീരെ വയ്യാത്തവർ പോണിയിൽ പോകും, അല്ലാത്തവർ വടി കുത്തിപ്പിടിച്ച് നടക്കണം. അമർനാഥ് എന്ന് പറയുന്നത് 12,756 അടി ഉയരത്തിലാണ്. പഹൽഗാമിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ആറു വാലി. ഈ 3 വാലികളിലേക്കും ആറു വാലി, ബേതാബ് വാലി, ചന്ദൻവാടി, ABC വാലീസ് എന്ന് പറയാം. ഇവിടേക്ക് പോകാൻ നമ്മുടെ സാധാരണ ബസ്സിൽ പറ്റില്ല. അതിന് കാറുകൾ തന്നെ വേണം. നേരിയ വഴികളാണ്, വീതി കുറഞ്ഞ വഴികൾ. ഒരു ഭാഗം അഗാധ ഗർത്തങ്ങൾ, മറ്റേ ഭാഗം മഞ്ഞണിഞ്ഞ മലകൾ. അഗാധ ഗർത്തങ്ങൾ എന്ന് പറഞ്ഞ താഴ്വരകൾ, നല്ല ഭംഗിയുള്ള താഴ്വരകൾ. ലഡർ നദിയും അതിൻ്റെ പോഷക നദി ആറ് നദി ഒഴുകുന്ന വാലിയായ കാരണമാണ് ആറു വാലി എന്നുള്ള പേര് വന്നത്. ഒരു കൊച്ചു ഗ്രാമമാണ്. കുറെ മലകളുടെ അടിയിലുള്ള താഴ്വരകൾ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമം. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്കുള്ള വഴിയിലാണ് അവന്തിപ്പൂർ ടെമ്പിൾ. പുൽവാമ ഡിസ്ട്രിക്റ്റിലെ ജലം നദിയുടെ കരയിലുള്ള ഒരു ടൗണാണ് അവന്തിപ്പൂർ. 8-ാം നൂറ്റാണ്ടിലെ കാശ്മീരിലെ ഹിന്ദു ഭരണാധികാരിയായിരുന്ന അവന്തിവർമ്മൻ നിർമ്മിച്ച നഗരമാണ് അവന്തിപ്പൂർ. രാജാവാകുന്നതിന് മുമ്പ് അദ്ദേഹം വിഷ്ണുവിന്റെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. രാജാവായ ശേഷം ശിവന് വേണ്ടിയിട്ടും ക്ഷേത്രം നിർമ്മിച്ചു. വീതിയേറിയ നടപ്പാതകളുള്ള വിശാലമായ ഒരു സ്ഥലത്തായിരുന്നു ക്ഷേത്രങ്ങൾ. മധ്യകാലത്ത് നശിച്ചുപോയ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോൾ അവിടെ ക്ഷേത്രം എന്ന് പറയാനൊന്നുമില്ല. കുറെ തകർന്ന ഭാഗങ്ങളാണുള്ളത്. നല്ല ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. നടന്ന് കാണാൻ ഉള്ള സ്ഥലമുണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ. ശ്രീനഗറിലെ ഡാൽ തടാകത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മുഗൾ ഗാർഡനാണ് നിഷാന്ത് ബാഗ്. അത് ഷാജഹാൻ ചക്രവർത്തിയുടെ പത്നി നൂർജഹാന്റെ മൂത്ത സഹോദരൻ ആസിഫ് ഖാൻ നിർമ്മിച്ചതാണ് നിഷാന്ത് ബാഗ്. ഡാൽ തടാക തീരത്തുനിന്ന് അതിന്റെ മുമ്പിലെ റോഡിന്റെ അവിടെ നിന്ന് കുറെ സ്റ്റെപ്പുകൾ കയറി വേണം ആദ്യത്തെ ടെറസിലെത്താൻ തന്നെ. പിന്നീട് 11 ടെറസുകളും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. സമയക്കുറവ് കാരണം ഗാർഡന്റെ ആദ്യ ഭാഗത്ത് മാത്രമേ പോയുള്ളൂ. പിന്നെ അവിടെ കാശ്മീരി ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഇന്ത്യയിലും പാകിസ്ഥാനിലുള്ള പല മുഗൾ ഗാർഡനുകൾക്കും ഷാലിമാർ എന്ന് പേരുണ്ട്. പക്ഷെ ശ്രീനഗറിലെ മുഗൾ ഗാർഡനാണ് ഷാലിമാർ ബാഗ് എന്ന് പറയുന്നത്. അത് 1619 മുഗൾ ചക്രവർത്തി ജഹാംഗീർ നിർമ്മിച്ചതാണ്. പിന്നെ ഷാജഹാൻ ചക്രവർത്തി അതിൽ പല കൂട്ടിച്ചേർക്കലുകളും നടത്തി. 31 ഏക്കറിലായിട്ടാണത് വിശാലായിട്ട് കിടക്കുന്നത്. ഫൗണ്ടനുകളും പൂക്കളും ചെടികളും ചിനാർ മരങ്ങൾ നിറഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്കത് മുഴുവൻ കാണാൻ പറ്റിയില്ല. തുടക്കത്തിലത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുതന്നെ നല്ല കുറേ പൂക്കളൊക്കെ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫൗണ്ടനുകളൊക്കെ. അതിൻ്റെ മറ്റേ ഭാഗം റിനോവേഷനാണ്. അത് കാരണം ഷാലിമാർ ബാഗിൻ്റെ ആദ്യത്തെ ടെറസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 3 ടെറസുകളുണ്ട്. ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും ഗുൽമാർഗ്. പണ്ട് മുഗൾ രാജാക്കന്മാരും ബ്രിട്ടീഷ് സിവിൽ സർവൻസ് എല്ലാം വേനൽക്കാലത്ത് ഗോൾഫ് കളിക്കാനും നായാട്ടിനൊക്കെ ആയിട്ട് എത്തിയിരുന്ന സ്ഥലം അത്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഇന്ത്യയിലെ വിന്റർ സ്പോർട്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി. സീ ലെവലിൽ നിന്ന് 8694 അടി ഉയരത്തിലാണ് ഗുൽമാർഗ്. മലനിരകൾ മുഴുവനും ഫിർ പൈൻ ദേവദാരു മരങ്ങൾ നിറഞ്ഞ് പച്ചയണിഞ്ഞിങ്ങനെ നിൽക്കാം. മലനിരകൾ, താഴ്വരകളില് അരുവികളും പൂക്കളും. സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തില് ഒരു 10 ഡിഗ്രി 17 ഡിഗ്രിയുടെ ഒക്കെ ഇടയിൽ വരും. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ വിന്റർ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. വിന്റർ അല്ല, സ്നോഫോള്. അത് കാരണം തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ഗുൽമാർഗിലെ പ്രധാന ആകർഷണം ഗൊണ്ടോള റൈഡാണ്. ഗൊണ്ടോള എന്ന് പറഞ്ഞാൽ കേബിൾ കാർ.
ലോകത്തിലെ ഹയസ്റ്റ് കേബിൾ കാറാണെന്ന് പറയണത്. അതായത് ഫേസ് 1 എന്ന് പറഞ്ഞാൽ 1106 അടി ഉയരത്തിലാണ്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ബൂട്ടും ജാക്കറ്റൊക്കെ താഴ്വാരത്തിൽ ഇതൊക്കെ ബൂട്ടും ജാക്കറ്റൊക്കെ റെൻ്റ് ചെയ്യണ കടകളുണ്ട്. അവിടെ നിന്ന് റെൻറ്റിനെടുത്ത് കാറുകളിലാണ് ഈ ഹിൽ ഗൊണ്ടോല സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഫേസിലെത്തും. 100ഓളം ഗൊണ്ടോല കേബിൾ കാറുകൾ ഉണ്ടെന്ന് പറയുന്നത്. 1 മണിക്കൂറിൽ 600 ആളെങ്കിലും മുകളിലേക്ക് എത്തിക്കുന്ന പറയണേ. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1750 അടി ഉയരത്തിലാണ്. അവിടേക്ക് ഞങ്ങൾ പോയില്ല. ഗൊണ്ടോല റൈഡ് അവിസ്മരണീയമായൊരു സംഭവം എന്ന് പറയാം. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലൂടെ താഴ്വരകളും മലകളും കയറിയിറങ്ങി ഫിർമരങ്ങളുടെയും പൈൻമരങ്ങളുടെയും ദേവദാരു മരങ്ങളുടെയും എല്ലാം ഇടയിൽ കൂടെ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലൂടെ 10 മിനിറ്റ് യാത്ര. ശ്രീനഗറിൽ ഒരു വലിയ തടാകമാണ് ഡാൽ തടാകം. ഡാൽ തടാകത്തിൻ്റെ ചുറ്റുമായിട്ടാണ് മുഗൾ ഗാർഡൻസ്, നിഷാൻ ബാഗും ഷാലിമാർ ബാഗൊക്കെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറേ ഹോട്ടലുകളുണ്ട്. പിന്നെ ഡാൽ ലേക്കിലാണ് ഹൗസ് ബോട്ടുകൾ. നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് പോലെ നീങ്ങുന്നതല്ല, അവിടെ തന്നെ നിൽക്കുന്നതാണ് ഡാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ. പിന്നെ വിവിധ നിറങ്ങളിലുള്ള ഷിക്കാര, സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ഷിക്കാര ബോട്ടുകൾ. അതിൽ പൂക്കൾ വിൽക്കുന്ന ബോട്ടുകളുണ്ട്, കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന ബോട്ടുകളുണ്ട്, ഫ്രൂട്ട്സ് വിൽക്കുന്ന ബോട്ടുകളുണ്ട്. അങ്ങനെ ദാൽ തടാകം ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മഞ്ഞുകാലത്ത് ദാൽ തടാകത്തിലെ വെള്ളം മുഴുവൻ ഉറയ്ക്കുന്ന പറഞ്ഞ ഐസാവും, നടന്നു പോകാൻ പറ്റും അതിൻ്റെ മുകളിൽ കൂടെ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. അത് അങ്ങനെ ആ ഡാൽ തടാകത്തിലേക്ക് നോക്കിയിട്ട് അത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കി. ഇപ്പം നല്ല നിറച്ച് വെള്ളമായിട്ട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ആ തടാകം ഉറച്ച് ഐസാവെന്ന് പറഞ്ഞപ്പോൾ ഒരത്ഭുതമായി. 74 ഏക്കറുകളിലായിട്ട് പരന്നു കിടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനാണ് ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ. ആംസ്റ്റർഡാമിലെ ട്യൂലിപ്പ് ഗാർഡനിൽ നിന്ന് കൊണ്ടുവന്ന 17 ലക്ഷത്തോളം ട്യൂലിപ്പ് കിഴങ്ങുകളിൽ നിന്നാണ് പല വർണ്ണത്തിലുള്ള മനോഹരമായ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ട്യൂലിപ്പുകൾ മാത്രമല്ല വേറെയും പലതരം പൂക്കളും ഉണ്ട്. ട്യൂലിപ്പുകൾ തന്നെ 73 തരം വെറൈറ്റി ഉണ്ടെന്ന് പറയണേ. ജമ്മു കാശ്മീർ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം വരുമാനങ്ങളിലൊന്നാണ് ട്യൂലിപ്പ് ഫെസ്റ്റിവൽ. കഴിഞ്ഞ കൊല്ലം ഈ സീസണിൽ ട്യൂലിപ്പ് ഫെസ്റ്റിവൽ സീസണിൽ 36 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ വന്നു എന്ന് പറയണം. അതിൽ സ്വദേശികളും വിദേശികളൊക്കെ പെടും. രണ്ടാം ദിവസം ഹോട്ടൽ ക്രൗൺ പ്രിൻസ്, നല്ല അടിപൊളി ഹോട്ടല്, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ലോബിയിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അത് വിമലാക്കാർ തന്നെ വാലിയേറ്റീവ് അങ്ങനെ അങ്ങനെ പലതരത്തിലും എല്ലാവരും ഒരുമിച്ചൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഒരു ബസ് കയറി, അതായത് ഒരു 70 കിലോമീറ്റർ പോകണം സോനമാർഗിലേക്ക്. അപ്പോൾ അവിടേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ആണ് കടുക് പാടങ്ങൾ കണ്ടത്. നല്ല മഞ്ഞ നിറത്തിലുള്ള പാടങ്ങൾ കണ്ടത്. എല്ലാവരും ചാടി ഇറങ്ങി ഫോട്ടോ എടുക്കാൻ തിരക്കായി. കുറേ ഫോട്ടോസ് കടുക് പാടത്തിൻ്റെ അവിടെ വെച്ചെടുത്തു. പിന്നെ പോകുമ്പോൾ ഗൈഡ് പറയുന്നുണ്ട് സിന്ധു നദിയിൽ നിന്ന് ഒരു കൊച്ചു അരുവി പോലെ ഒഴുകണ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി നിർത്തി എല്ലാവരും അരുവിയിലൊക്കെ പോയി അരുവിയുടെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു ചെറിയൊരു ടീ ഷോപ്പുണ്ട് അവിടെ, കവ എന്ന് പറയുന്ന ഡ്രിങ്ക്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് നല്ല തണുപ്പല്ലേ, തണുപ്പത്ത് നല്ല ചെറു ചൂടോടെ കവ ടീ കിട്ടിയപ്പോൾ സന്തോഷത്തോടു കൂടി കുടിച്ചു. ടീ അല്ലാതെ കുറച്ച് ഹെർബ്സൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞു. എന്തായാലും നല്ല രുചിയുള്ളതായിരുന്നു. സന്തോഷമായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞാണ്
അറ്റം സോനാമാർഗിലേക്ക് എത്തണം. സോനാമാർഗ് ഇവിടെ ഗൈഡ് പറയുണ്ടായിരുന്നു ആക്ടിവിറ്റീസ്. എന്ത് ആക്ടിവിറ്റി ആണോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. ആക്ടിവിറ്റി എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ബൈക്ക്, നമ്മുടെ സാധാരണ പോലത്തെ ബൈക്കല്ല, സ്നോ ബൈക്ക്. അതായത് ഡ്രൈവറെ മുമ്പിലിരുന്ന് ഓടിക്കും, പിന്നിൽ ഒരാൾക്കിരിക്കാം. അപ്പോൾ അതിനുള്ള വില പേശൽ 2000 രൂപ തൊട്ട്. അങ്ങനെ പലരും പേശി 2500 വരെയൊക്കെ ആക്കിയിട്ട് കുറച്ച് പേരൊക്കെ സ്നോ ബൈക്കിൽ കയറിപ്പോയി. പിന്നെ സ്ലഡ്ജ് ഉണ്ട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പാളയിൽ ഇരുന്നിട്ട് വേറൊരാൾ വലിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ പല കൊണ്ടുള്ളൊരു സാധനം, അതിൽ ഇരുന്നിട്ട് മറ്റു ആൾക്കാർ വലിച്ചുകൊണ്ട് പോകും. അത് കണ്ണടിച്ച് വീണവരെയൊക്കെ കണ്ടു. എന്തായാലും ആക്ടിവിറ്റീസിൽ കുറച്ച് പേര് പങ്കെടുത്തു. നല്ല ഹിമാലയം എന്നുള്ള ഒരു സങ്കല്പം, അങ്ങനെ എന്തെന്നാ പറയണ്ടേ, എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു. മഞ്ഞുമലകൾ ചുറ്റും 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 നല്ല ഭംഗിയുള്ള, അങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ, ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുത്തില്ലെങ്കിലും നോക്കി നിൽക്കാൻ തന്നെ ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് പേര് ഹോട്ടലിലേക്ക് വന്ന് ഉച്ചഭക്ഷണം ഏൽപ്പിച്ചിരുന്നു. നല്ല ഫുഡായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് ഫുഡ് വിളമ്പിയിരുന്നില്ല. നല്ല പൊക്കമുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ വോളിബോൾ പ്ലെയറും അത്രേ, കേരളത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല സന്തോഷം. ഞങ്ങൾ മലയാളികളാന്ന് പറഞ്ഞപ്പോൾ ഹോട്ടലുകാരുടനെ മലയാളം പാട്ടൊക്കെ വെച്ചു. രജനി ഹിന്ദിയിൽ ആളോട് സംസാരിച്ചപ്പോൾ അവന് നല്ല സന്തോഷമായി. രജനിയായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് മലയാളികളെന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടം. എന്തായാലും ആ ഹോട്ടലിൻ്റെ അരിയത്തൊക്കെ ഇരുന്ന് പുറത്തൊക്കെ അങ്ങനെ മഞ്ഞ് മൂടി കിടക്കണം എല്ലായിടത്തും. മഞ്ഞിലൊക്കെ ഇരുന്നും കിടന്നൊക്കെ ആൾക്കാർ ഫോട്ടോകളെടുത്തു. അങ്ങനെ തിരിച്ച് വൈകുന്നേരമായപ്പോൾ ഹോട്ടലിലേക്ക് തന്നെ പോയി. 3-ാം ദിവസം രാവിലെ അതുപോലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ബസ്സിൽ കയറി. അപ്പോൾ ഇന്ന് ഗുൽമാർഗിലേക്കാണ് പോണത്. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, 10,000 അടിയൊക്കെ ഉയരത്തിലാണ്. അപ്പോൾ എന്തായാലും തെർമൽസ് ഇട്ടു, അതിൻ്റെ മീത് സ്വെറ്റർ ഇട്ടു, അതിൻ്റെ മീത് ജാക്കറ്റ് ഇട്ടു. പക്ഷെ എന്നാൽ അവർ പറഞ്ഞിരുന്നു അതിൻ്റെ ഈ മണ്ടൻ കയറുന്നതിന് മുമ്പ് നമ്മൾ ജാക്കറ്റും അതേപോലെ വലിയ കൊട്ട് പോലത്തെ പിന്നെ ഷൂസ്, ബൂട്ട്, അതായത് മണ്ണിൽ താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി അതൊക്കെ വാടകയ്ക്ക് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. കുറച്ച് അധികം ദൂരമുണ്ട്. അങ്ങനെ പോയി അവിടെ എത്താറാകുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ് പോവില്ല, കാറുകളിലാണ് പോയത്. 3 കാറുകളിലായിട്ട് ഞങ്ങൾ പോയി. എന്നിട്ടത് ഒരു 3-4 കടകൾ മാത്രമല്ല, കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ. ഷൂസും ജാക്കറ്റൊക്കെ എടുക്കാനുള്ള സ്ഥലം. 250 രൂപയാണ് ബൂട്ട് ഒരു ജോഡി. പിന്നെ എന്നുവെച്ചാൽ മുട്ടേലുണ്ട് ബൂട്ട്, പിന്നെ ജാക്കറ്റും. അപ്പം ഞാനൊക്കെ ഇത്തിരി വലിപ്പമുള്ള ആളായ കാരണം എനിക്ക് പാകത്തിനുള്ള ജാക്കറ്റ് കിട്ടാനൊക്കെ ഇത്തിരി വിഷമിച്ചു. കിട്ടിയതെടുത്തിട്ട് അടിഭാഗം എന്താ പറയുക, കോട്ടിൻ്റെ ബട്ടൺസ് ഒന്നും മുട്ടിയിരുന്നില്ല. എന്തായാലും അങ്ങനെ ബൂട്ടിട്ട് കോട്ടിട്ട് ഞങ്ങളെല്ലാവരും വീണ്ടും കാറിൽ കയറിയിരുന്നു. എന്നിട്ടാണ് ഈ ഗൊണ്ടോല സ്റ്റേഷൻ എന്ന് പറയുന്നത്, കേബിൾ കാറിനാണ് ഗൊണ്ടോല എന്ന് പറയുന്നത്. ഗൊണ്ടോല സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയത്. അവിടെ നീണ്ട ക്യൂ ആണ്. ആദ്യം പറഞ്ഞിരുന്നു അത് ഞങ്ങൾ ഞായറാഴ്ചയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ തിരക്ക് കൂടുതലുള്ള സമയമാണല്ലോ, 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അത്ര നിൽക്കേണ്ടി വന്നില്ല. ആദ്യം ചെന്നിട്ട് ഇങ്ങനൊരു റോട്ടിൽ തന്നെയാണ് നമ്മൾ ക്യൂ നിൽക്കണേ. റോട്ടിൽ നിന്ന് അങ്ങനെ അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറുന്നു. പിന്നെ ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ക്യൂ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലെത്തുമ്പോഴാണ് ഈ ഗൊണ്ടോല വരുന്നത്. ഗൊണ്ടോലയിൽ സ്റ്റേഷൻ എത്തുമ്പോൾ
ഗൊണ്ടോലയുടെ സ്പീഡ് കുറയുന്നല്ലാണ്ട് നിൽക്കണില്ല. അപ്പം അവർ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും. സ്പീഡ് കുറയുമ്പോൾ ചാടി ഇറങ്ങാനും അതേപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും 6 ആൾ വേഗം കയറുമെന്ന് പറഞ്ഞിട്ട് വേഗം കയറ്റിവിടാനും സ്പീഡ് കുറഞ്ഞിങ്ങനെ വരുവാന് നല്ല സ്പീഡിൽ അങ്ങോട്ട് പൊന്തി പോവാണ്. 2 ഘട്ടമുണ്ട്. അതിൽ ഞങ്ങൾ ഫേസ് 1 വരെ എത്തിയുള്ളൂ. അതിന് ശേഷം അത് ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഫേസ് 1 വരെ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പൊക്കുണ്ട്. ഏകദേശം 10,000 അടിയോളം പൊക്കുണ്ട്. അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇതിൽ ഗൊണ്ടോലയിൽ പോകുമ്പോൾ കാഴ്ചകൾ കാണാനും നല്ല ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലൂടെ എന്ന് പറയുന്ന പോലെ ഹിമാലയത്തിൽ ഇങ്ങനെ കുന്നുകളും താഴ്വരകളും നല്ല മരങ്ങളും 3 തരം കണ്ടിരുന്നു. ദേവദാരു, ഫിർ, പൈൻ. അത് ഏതാണെന്നൊന്നും മനസ്സിലായില്ല. എന്നാലും പൊതുവെ ആ ഭാഗത്ത് ഈ 3 മരങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഫേസ് 1 ഫേസ് 1 വിശാലായിട്ട് മഞ്ഞ് പുതച്ചിങ്ങനെ കിടക്കുന്നു. വലിയ മൗണ്ടൻസ് അപ്പുറത്ത്. ആൾക്കാർ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. മഞ്ഞിൽ കളിക്കുന്നവർ, അതുപോലെ സ്കീയിങ് ചെയ്യുന്നവർ, സ്ലഡ്ജിൽ പോകുന്നവർ, മഞ്ഞ് അങ്ങോട്ടും കൂടെ എറിഞ്ഞ് കളിക്കുന്നവർ. എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള നല്ല പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ഫോട്ടോഗ്രാഫർമാരും ചായക്കാരും കവാക്കാരും ആയിട്ടെല്ലാവരും നമ്മുടെ പിന്നാലെ കൂടും. ഫോട്ടോ പലതരത്തിലുണ്ട്. നമ്മുടെ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് തരുന്നവർ, നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോണിലേക്ക് ആക്കി തരുന്നവർ, ഏത് തരത്തിൽ വേണമെങ്കിലും ഫോട്ടോക്കാരുണ്ട്. ഞങ്ങൾ വിമലാക്കാർ കൂടി നിന്ന് ഒരു ഫോട്ടോ, എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തു. അതിൻ്റെ പ്രിൻ്റ് എടുത്തു. പിന്നെ എല്ലാവരും മൊബൈലിൽ അവരവരുടെ പല പോസിലുള്ള ഫോട്ടോകൾ എടുത്തു. അങ്ങനെ നല്ല രസമായിരുന്നു. മുകളിൽ ഇത്രയധികം മഞ്ഞിൻ്റെ ഉള്ളിൽ കളിക്കുക എന്ന് പറയുന്നത് വിശാലമായ ഗ്രൗണ്ട് പോലെ കിടക്കുന്നു. പിന്നെ ഫേസ് 2 കേബിൾ കാറുകൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. അതിലും പൊക്കത്തിലാണ്, ഒരു കുറച്ചും കൂടി 1000 അടിയിലധികം പൊക്കത്തിലാണ് പിന്നത്തെ ഫേസ് 2 വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ 1 മണി 1:30 കഴിയുമ്പോഴേക്കും ഞങ്ങളൊരു എത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വീണ്ടും ക്യൂ നിന്ന് തിരിച്ചു പോകാനുള്ള ക്യൂ. അത് അത്ര വലിയ ക്യൂ അല്ല. ഞങ്ങളങ്ങനെ ക്യൂ നിൽക്കണ നേരത്താണ് സ്നോഫോൾ ഉണ്ടായത്. മഴ പെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ വീഴുന്നത് ഇങ്ങനെ മഞ്ഞ് കഷ്ണം, എന്താ പറയുക, വെള്ള നിറത്തിലുള്ള മഞ്ഞ് കണങ്ങൾ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഏപ്രിലിൽ പോയിട്ട് സ്നോഫോൾ കാണാൻ പറ്റുന്ന ആരും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ സ്നോഫോളും കണ്ടു എന്ന് പറഞ്ഞ പോലെ സാധാരണ നവംബർ ഡിസംബറിൽ പോകുന്നവർക്കൊക്കെയാണ് ഈ അനുഭവം ഉണ്ടാവുള്ളൂ. അങ്ങനെ മഴ പോലെ തന്നെ, പക്ഷേ വീഴുന്നത് മഞ്ഞുതിരികളാണ് മാത്രം. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഇതിൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്നുള്ളിലത്തെ ക്യൂവിൽ നിന്ന് പിന്നെ തിരിച്ച് ഗൊണ്ടോളയിൽ താഴത്ത് എത്തി. അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല പോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ജാക്കറ്റൊക്കെ കൂട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് പറഞ്ഞിരുന്ന ഹോട്ടൽ അടുത്ത് നല്ല കുറച്ച് നടക്കാനുണ്ട്. എല്ലാവരും നടന്ന് അവിടെ എത്തി. അപ്പോൾ അവിടെ ഹോട്ടലിൽ ചുറ്റും മഞ്ഞിൻ്റെ ഇടയിൽ ഒരു ഹോട്ടൽ നിൽക്കണ പോലെ അവരൊരു ഇഗ്ലൂ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുമ്പിൽ. ഹോട്ടലിൻ്റെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. നമ്മൾ ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയുള്ളൊരു ഹോട്ടൽ. അപ്പോൾ അതിൽ കിടക്കുമ്പോൾ നമ്മളുടെ വലിയ ബൂട്ടുകളോ ആ ബൂട്ടൊക്കെ ഊരി വെക്കണം. എന്നിട്ട് അവർ സാധാരണ 2 ചെരുപ്പുകൾ, മറ്റേ എന്താ പറയുക, കടലാസല്ല, സാറ്റിൻ പോലത്തെ 2 ചെരുപ്പുകൾ എല്ലാവർക്കും അവിടെ ഒരു വെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അവരുടെ നിലയൊക്കെ മരം കൊണ്ടാണേ. അപ്പോൾ അതിൽ വരയണ്ട, ബൂട്ടിട്ടിട്ട് പോളിഷ് ചെയ്ത മരല്ലേ, വരയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ബൂട്ടെല്ലാവരും കയറി വരുന്ന റൂമിൽ ഊരി വെച്ചു. എന്നിട്ട് അവരുടെ ചെരുപ്പിട്ടു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പുറത്ത് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞെല്ലാം ചുറ്റും കാണണേ, മഞ്ഞിലെറിഞ്ഞ് കളിക്കുന്നവർ. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു, പലതരത്തിലുള്ള ഫോട്ടോസ് എടുത്തു. അങ്ങനെ വീണ്ടും കാറിൽ
ബസ് നിൽക്കുന്നിടത്ത് പോയി. പിന്നെ ബസ്സിൽ തിരിച്ച് ശ്രീനഗറിലെ ഹോട്ടലിൽ ചെന്നു. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടി, ഞാൻ തേർഡ് ഫ്ലോറിലായിരുന്നു അധികം പേരും. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റ് 2 വലിയ സോഫയൊക്കെ ഇട്ടു. അപ്പോൾ അവിടെ ഇരുന്നു അന്താക്ഷരിയും അതേപോലെ പല കളികളായിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഉറങ്ങാനൊക്കെ പോയിരുന്നുള്ളൂ. 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അതായത് അന്ന് രാത്രി പഹൽഗാമിലാണ് തങ്ങാമാണ്. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അത്യാവശ്യമുള്ള ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്താൽ മതി എന്നാണ്. പക്ഷേ ഈ പറഞ്ഞ ഹോട്ടലിൽ, നമ്മൾ നിന്നിരുന്ന ഹോട്ടലിൽ വയ്ക്കാൻ സ്ഥലമില്ല. ഈ സാന്റാമോണിക്കയുടെ തന്നെ വേറെ 1, 2, 3 ട്രിപ്പുകളൊക്കെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുള്ളാണ്. പിന്നെ ബസ്സിൽ തന്നെ എല്ലാ ലഗേജും കയറ്റി പോയി. അപ്പോൾ അങ്ങനെ ബസ്സിൽ യാത്ര പുറപ്പെട്ട് പോകുന്ന വഴിക്ക് ഒരു 10-28 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവന്തിപുരം അമ്പലം, അവന്തിപുര ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിലൊക്കെ കേൾക്കണേ. അവന്തിപുരം എന്നുള്ളൊരു രാജ്യം, അവന്തിവർമ്മൻ എന്ന് പറഞ്ഞൊരു രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ 8ാം നൂറ്റാണ്ടിലൊക്കെ ഭരിച്ചിരുന്ന രാജാവാണ് അവന്തിവർമ്മൻ. ആളുടെ പേരിൽ അവന്തിപുരം അറിയപ്പെടുന്നു. അമ്പലം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും 2 പേരുടെയും ആയിട്ട് പണിതിട്ടുണ്ട് അമ്പലം. പക്ഷെ അത് ഒരു വലിയ കുറേ കാലം കഴിഞ്ഞിട്ട് വലിയൊരു എന്താ പറയുക, ABC വാലീസിൽ ആദ്യത്തെ 6 വാലിയാണ്. പിന്നെ ബേത്താബ് വാലിയിലേക്കല്ല പോയത്, BCയിലേക്കാണ് പോയത്. ചന്ദൻവാടി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ, മഞ്ഞണിഞ്ഞ പർവ്വതനിരകളും അങ്ങനെ അതിൻ്റെ താഴ്വരകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ. പിന്നെ നമ്മുടെ ഡ്രൈവറല്ലേ നല്ല സ്പീഡിൽ തന്നെയാണ്, എല്ലാ വണ്ടികളും നല്ല സ്പീഡിൽ തന്നെയാണ്. ഈ ഹെയർ പിൻ വളവൊക്കെ എത്ര എണ്ണാണെന്നറിയോ, അതിൽ കൂടെയൊക്കെ നല്ല സ്പീഡിലാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ചന്ദൻവാടിയിലെത്തി. പോണ വഴിയിൽ ബേത്താബ് വാലിയിലേക്കുള്ള വഴി കണ്ടിരുന്നു. അവിടെ നിർത്തിയില്ല, നേരെ ആദ്യം ഇവിടേക്കാണ് പോയത്. അപ്പോൾ ചന്ദൻവാടി ഈ പറഞ്ഞ പോലെ നല്ല ഉയരത്തിലാണ്. അത് കാരണം നല്ല മുഴുവൻ മഞ്ഞണിഞ്ഞ മലനിരകളാണ്. നമ്മുടെ റോഡൊക്കെ അവിടെ എത്തുമ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കൂട്ടിയിട്ടിരിക്കുക, റോഡ് ക്ലിയർ ആവാൻ വേണ്ടി. അതേപോലെ കാർ പാർക്കിങ്ങിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം അതിൽ ഞങ്ങളുടെ കൂടെയുള്ള മായയ്ക്ക് അതിലത്തെ ഒരു ഹോളി കേവ് എന്നുള്ളൊരു വഴിയിലത്തെ ഒരു എഴുതി വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആൾക്കൊരു സംശയമായി. ആള് കോവിഡിന് മുമ്പ് അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. കോവിഡ് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു മായയും ശൈലജയൊക്കെ കൂടി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആണ് മനസ്സിലായത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമർനാഥ് തീർത്ഥയാത്രയിലേക്കുള്ള പാത. അത് ആരംഭം അവിടെയാണ്. അതുവരെ വണ്ടികളിലൊക്കെ വന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങി ചന്ദൻവാടിയിലെ ഈ സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുകയോ അല്ലെങ്കിൽ പോണിയിൽ കയറിയിരുന്ന് പോവുകയാണ് അമർനാഥ് തീർത്ഥയാത്രയ്ക്ക്. അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ തീരെ വിചാരിക്കാണ്ട് അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യം കണ്ടുല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഗൈഡുമാരിങ്ങനെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. ആ 2 മലയുടെ ഇടയിൽ കൂടെ ഉള്ള വഴി കൂടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ മുഴുവൻ തിരിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കാണാമെന്ന് മാത്രം. അപ്പം നല്ല 32 കിലോമീറ്റർ ഉള്ളു അവിടെ നിന്ന് നടന്നു പോകണം കേട്ടോ. 32 കിലോമീറ്റർ ചന്ദൻവാടിയിൽ നിന്ന് അമർനാഥ് തീർത്ഥയാത്രയുടെ
അമർനാഥിലേക്ക് വലിയൊരു ഭൂമി കുലുക്കത്തില് നശിച്ചുപോയി. അപ്പോൾ എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു പാർക്ക് പോലെ സജ്ജാക്കിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു എല്ലാവരും അവിടെ നടന്നു. എനിക്ക് നടക്കാൻ വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ അവിടെ ഒരിക്കൽ നിന്നുള്ളൂ. എന്നാലും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും ബസ്സിൽ കയറി. പിന്നെ നമ്മൾ പോകുന്നത് ABC വാലീസ് എന്ന് പറയും. ABC താഴ്വരകൾ, അതായത് 3 താഴ്വരയാണ്. ആറു വാലി, ബേത്താബ് വാലി, ചന്ദൻവാടി. ആറു വാലി എന്ന് പറയുന്നത് ഇതെല്ലാം താഴ്വരകൾ തന്നെ. അതിൽ ആദ്യം ഞങ്ങൾ ആറു വാലിയിലേക്ക് പോയത്. അപ്പോൾ ആറു വാലിക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ വണ്ടി നിർത്തി കാറുകളിലായിട്ടാണ് പിന്നെ യാത്ര. എന്താ പറയുക, നല്ല കുത്തനെ ഉള്ള വളവുകളും തിരിവുകളും ഉള്ള വഴി ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ അഗാധ ഗർത്തങ്ങൾ. പിള്ളേർ ഓടിക്കുന്ന ചെറുപ്പം പിള്ളേർ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. നമുക്ക് ഇരിക്കുമ്പോൾ പേടിയാവും. അവർക്കൊരു പ്രശ്നമില്ല. ഇതേപോലെ ടാക്സികൾ കണ്ടമാനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ടൂറിസ്റ്റുകളെയും കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആറു വാലിയിലേക്ക് പോയേ. ഈ വളഞ്ഞ വഴി കൂടെ ഇത്തിരി വിഷമിച്ചിട്ടാണെങ്കിലും പുറത്തെ സീനറി കാണുമ്പോൾ വിഷമൊക്കെ മാറും കേട്ടോ. നല്ല സ്ഥലം. മുമ്പ് പറഞ്ഞ പോലെ ദേവദാരും ഫിറും ഒക്കെ ഉള്ള, അതായത് ഏതാണ് മനസ്സിലായില്ലെങ്കിലും പൈനൊക്കെ ഉള്ള കാരണം ഇത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു നദി അവിടെ ലിഡർ എന്ന് പറഞ്ഞൊരു നദി നമ്മൾ കേട്ടിട്ടില്ല. ആ നദി ഒഴുകുന്നത് കണ്ടു. അതിൻ്റെ ഒരു ചെറിയ ഒരു അരുവി പോലത്തെ സ്ഥലത്ത് ആറു വാലിയില് ഞങ്ങള് 8 ആളുണ്ടായിരുന്ന വണ്ടി ഞങ്ങൾ പറഞ്ഞു ആറു വാലിയിൽ നിർത്തണ്ട, നമുക്ക് അവിടെ നോക്കിയിട്ട് ചെറിയൊരു ഗ്രാമം പോലെ തോന്നി. അത് വേണ്ട, ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ അരുവി കണ്ടിരുന്നു. ആ അരുവിയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി ഈ അരുവിയിലേക്ക് പോയി. അപ്പോൾ അവിടെ വെള്ളത്തിൽ നിന്നിട്ടൊക്കെ കുറേ ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പ്രാവ്, ഇങ്ങനെ മെരുക്കുള്ള പ്രാവുകളോ നമ്മുടെ തലയിലും കയ്യിലൊക്കെ വെച്ച് തരും. അപ്പോൾ ശൈലജയും ഷീലയും ഞാനൊക്കെ പ്രാവിനൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ആറു വാലി. ചന്ദൻവാറിന്ന് പിന്നെ നേരെ ബേത്താബ് വാലിയിലേക്ക് പോയേ. 1983 സണ്ണി ദിയോളും അമൃത സിംഗൊക്കെ ആയിട്ടൊരു ഹിന്ദി സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വാലിക്ക് ബേത്താബ് വാലി എന്നുള്ളൊരു പേര് വന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. മലകളുടെ ചുറ്റപ്പെട്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു പാർക്ക്. പിന്നെ ലിഡർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സിനിമയ്ക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് എന്തായാലും. അപ്പോൾ അവിടെ കുറേ പേര് ലിഡർ നദിയിലിറങ്ങി. പിന്നെ കുറേ പേര് പാർക്കിൽ നടന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് പിന്നെ തിരിച്ച് പഹൽഗാമിലെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ യാത്രയൊക്കെ ചെയ്ത് മട്ടിയിട്ടാണ് വന്നത്. പഹൽഗാമിലെ ഹോട്ടല് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒക്കെ കുറച്ച് ഇങ്ങനെ നടത്താനും കയറാനൊക്കെ വിഷമമുള്ള കാരണമായിരിക്കും. തട്ടായിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ കുറേ കോട്ടേജുകളുണ്ട്. ആദ്യത്തെ നില എന്ന് പറയുന്നത് തന്നെ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സെറ്റ് സ്റ്റെപ്പുകൾ കയറി പോയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ ഉള്ളതിൽ നല്ല ഹോട്ടലാണെന്ന് പറയുന്നത്. റൂമൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ അധികം വലിയ ഹീറ്ററൊക്കെ ഉണ്ട് റൂമിൽ. ഹീറ്റർ ചെന്നപ്പോഴൊക്കെ ചൂടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിടക്കണ നേരമായപ്പോൾ വലിയ ചൂടൊന്നും കണ്ടില്ല. പക്ഷേ പതുപ്പൊക്കെ നല്ല കട്ടിയുള്ള പതുപ്പായ കാരണം ഉറക്കത്തിനൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലാവണത് ബെഡ് ചൂടാക്കാൻ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ചിലർ ഈ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ
അവർ ഒന്ന് ബെഡ് ചൂടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഞാനും ആൻസിയായിരുന്നു റൂമിൽ. ബെഡും ചൂടായില്ല, ഹീറ്ററും വർക്ക് ചെയ്തില്ല. പക്ഷെ നേരം വെളുത്തപ്പോൾ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. റൂമുകൾ ചിലർക്കൊക്കെ നല്ല റൂമുകൾ കിട്ടി. ഞങ്ങൾ കുറച്ച് പേർക്ക് അങ്ങനെ അധികം വലിപ്പമില്ല റൂം, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില റൂം ആകെ ഒരു പെട്ടമണൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടൊരു പ്രശ്നങ്ങളൊക്കെ എല്ലാവരും മട്ടിയിട്ട് യാത്ര കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു എന്താ പറയണ്ട ഒരു ചെറിയൊരു പ്രശ്നം അങ്ങനെ അവിടെ ഉണ്ടായി. ഈ ഹോട്ടലിൻ്റെ സ്റ്റെപ്പിൻ്റെ എണ്ണം കയറ്റവും വർക്കൊക്കെ ആലോചിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ലോബിയിലേക്കൊക്കെ പോകണം എന്നൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ ഹോട്ടലിനെ സംബന്ധിച്ചുണ്ടായി. പിന്നെ പിറ്റേ ദിവസം നേരങ്ങൾക്ക് വീണ്ടും ചെക്കൗട്ട് ചെയ്യല്ലേ. വീണ്ടും ഹോട്ടലിൻ്റെ മുൻഭാഗമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഇരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പിന്നെ നമ്മുടെ അടുത്ത ദിവസത്തെ യാത്രയ്ക്കുള്ള പരിപാടികൾ തുടങ്ങി. അങ്ങനെ 5-ാം ദിവസം പഹൽഗാമിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ശ്രീനഗറിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ആപ്പിൾ തോട്ടം കാണാനിറങ്ങി. ആപ്പിളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ അങ്ങനെ ആപ്പിളുണ്ടായി നിൽക്കണ ഒരു മരം നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കൂടിപ്പോയി അതിൻ്റെ ചോട്ടിലൊന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് പതുക്കെ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് അത് തകിടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ആപ്പിൾ ശരിക്കും പൂക്കുന്നുള്ളൂ. ആപ്പിൾ തോട്ടമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാവും. കണ്ടാൽ ഒറിജിനൽ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാണ്ട് കാണുമ്പോഴും. പിന്നെ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ പൂ ഉണ്ടായിട്ടുള്ളൂ, പൂ വിരിഞ്ഞ് നിൽക്കണം. ആപ്പിൾ പൂക്കളായിട്ടുള്ളൂ. ഒരു സങ്കടം എന്താണ്ടായെന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു ആപ്പിൾ പൂവിൻ്റെ മണം നല്ല മണമായിരുന്നു എന്നുള്ളത്. ഞാനത് നോക്കി നോക്കിയില്ല, അതൊരു സങ്കടമായി. പിന്നെ ഇനിയിപ്പോൾ അത് പറ്റുന്ന എന്താ പറയുക, ജീവിതകാലത്തിൽ ഇനി പറ്റുന്ന കാര്യമൊന്നുമല്ല അത്. എന്നാലും ആപ്പിൾ തോട്ടം, ആപ്പിളിൻ്റെ പൂക്കൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ അത് നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കതിൽ ചെറിയൊരു കച്ചവടം പോലെയുണ്ട്. ആപ്പിൾ ജ്യൂസ് വേണമെന്ന് ചോദിച്ചാൽ അതിനടുത്ത് ഒരു എല്ലാവരും ആപ്പിൾ ജ്യൂസ് കുടിച്ചു 50 രൂപ ആപ്പിൾ ജ്യൂസ്. പിന്നെ ആപ്പിൾ പെട്ടിയിൽ കൊണ്ടുവന്ന് മുറിച്ച് സാമ്പിൾ കൊടുക്കണ്ടായിരുന്നു. അത് എനിക്കൊന്നും കിട്ടിയില്ല. കുറേ പേര് അത് കഴിച്ചിട്ട് നല്ല രസമുണ്ടെന്ന് പറയണ്ടായിരുന്നു. വിൽക്കണമൊന്നുമില്ല. പിന്നെ ഒരു പിക്കിളുകൾ, ജാം ആപ്പിളിൻ്റെ അതൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ കുറേ പേര് ആവശ്യമുള്ളവർ ആപ്പിൾ ചട്നി, ആപ്പിൾ ജാം, ആപ്പിൾ പിക്കിൾ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അതൊക്കെ വാങ്ങി. എന്നിട്ട് വീണ്ടും ബസ്സിൽ കയറി ഡാൽ തടാകത്തിലേക്ക്. പിന്നീട് ഡാൽ ലേക്കിലേക്കാണ് പോയത്. നല്ല ഉച്ചനേരമായിരുന്നു, അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല. ഡാൽ ലേക്കിൽ ഇങ്ങനെ ഷിക്കാരകളിങ്ങനെ പോകുന്നത് പണ്ട് പിക്ചർ പോസ്റ്റ് കാർഡുകളിലാണ് കണ്ടിരുന്നുള്ളൂ. ഞങ്ങൾക്കുള്ള ഷിക്കാരകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു ഷിക്കാരയിൽ 4 ആൾക്കേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഷിക്കാരയിൽ കയറി ഇഞ്ചിക്കാരൻ തുഴഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അവർ ഹൗസ് ബോട്ട് പോലത്തെ നിർത്തിയിട്ടിട്ടുള്ള വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കരീത്തൂടെ കൊണ്ടുപോയി. അതേപോലെ കച്ചവട സ്ഥലങ്ങളുണ്ട്, വലിയ കടകളൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ട് പോലെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ അരിയത്ത് കൂടെയൊക്കെ ഒരു വഞ്ചി തുഴഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ ഷിക്കാരകളിലും ചെറിയ വഞ്ചികളിലും ഷിക്കാരയിലെ ചെറിയ വഞ്ചികളിലൊക്കെ പൂക്കളും ഫ്രൂട്ട്സും അതേപോലെ കരകൗശല സാധനങ്ങളൊക്കെ അങ്ങനെ വഞ്ചികളിലാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഷിക്കാരയുടെ അടുത്ത് നിന്ന് വില പേശി സാധനങ്ങൾ വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തലേ ദിവസം 2 ദിവസം മുമ്പ് ഒരു ഷോപ്പിങ്ങിന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വന്നിരുന്നു.
സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഗൈഡാണ് കൊണ്ടുപോകുന്നത്. ആൾക്ക് അതിൻ്റെ കമ്മീഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ ഷിക്കാരയുടെ ഷേപ്പിലുള്ള കീ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 2-3 എടുത്തു. 100 രൂപയാണ് അതിന് വില. അപ്പോൾ ഇവിടെ ഷിക്കാര പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനെ വഞ്ചികളിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വില എത്രയാണെന്ന് വെച്ചപ്പോൾ 100 രൂപ തന്നെ പറഞ്ഞത്. അപ്പോൾ ഒരു മനസ്സമാധാനം, 100 രൂപ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കരയ്ക്കടുക്കാറായപ്പോൾ കുറച്ച് വയസ്സായ ആളുടെ വഞ്ചി അയാൾക്ക് തുഴയാൻ പറ്റില്ല. വേറൊരാൾ തുഴഞ്ഞ് വഞ്ചിയിൽ ഒന്ന് സാധനങ്ങളുടെ വില ചോദിച്ചപ്പോൾ ഇതേ സാധനത്തിന് 25 രൂപ ഒരെണ്ണത്തിന്. സങ്കടം വന്നു കേട്ടപ്പോൾ. എന്നാലും അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ കൂടുതൽ ലാഭം എടുത്താൽ എനിക്കതുകൊണ്ട് യാതൊരു ഉപയോഗവും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വില കുറയുന്നു. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ വാങ്ങി കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ നല്ല മനുഷ്യരും ഉണ്ട്, കച്ചവടക്കാരും, കൈത്തറക്കും കച്ചവടക്കാരും ഉണ്ട്. എന്തായാലും ഡാൽ ലേക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഷിക്കാരകൾ പലതരത്തിൽ സഞ്ചാരികളെ കൊണ്ടുപോകുന്നവരും ഫ്രൂട്ട്സും കരകൗശല സാധനങ്ങളും മറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നവരാണ് കൂടുതൽ ഭംഗി എന്ന് തോന്നുന്നു. അപ്പോൾ താഴെ വെള്ളത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് താഴെയൊന്നും കാണാനില്ല. പിന്നെ അത് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ 20 അടി വരെയൊക്കെ താഴ്ചയുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് തീരെ താഴ്ച വരുന്ന സ്ഥലങ്ങളിലൂടെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഷിക്കാര റൈഡ് കഴിഞ്ഞ് പിന്നെ ഉച്ചഭക്ഷണത്തിന് പോകും. ഷാലിമാർ ബാഗ് എന്ന് പറഞ്ഞാൽ മുഗൾ ഗാർഡൻസ് തന്നെ. ഞങ്ങൾ ഒരു ഏകദേശം 15 മിനിറ്റ് അവിടെ ചിലവഴിച്ചുള്ളൂ. അതിൽ റിനോവേഷൻസ് നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ കുറേ നല്ല ഭംഗിയുണ്ട് കാണാൻ. പൂക്കളും ചെടികളൊക്കെ നല്ല തരം ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് ഫൗണ്ടനൊക്കെ ആയിട്ട് ഉള്ള നമ്മൾ കാണുന്ന സ്ഥലം നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം റിനോവേഷനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോയില്ല. വേഗം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് പോന്നു. ഏപ്രിൽ മാസത്തിൽ കാശ്മീർ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ട്യൂലിപ്സ് ആയിരുന്നു, പൂക്കൾ കാണാം എന്നുള്ളതായിരുന്നു. സാധാരണ സെപ്റ്റംബർ ഒക്ടോബറിൽ കാശ്മീരിൽ പോകുമ്പോൾ ആപ്പിൾ കാണാം. ആപ്പിൾ സീസണാണ്, കുറച്ച് മഞ്ഞുണ്ടാവും. പിന്നെ നവംബർ ഡിസംബറിൽ ഈ സ്കീയിങ് പോലെ മഞ്ഞുകാല വിനോദങ്ങൾക്ക് താല്പര്യമുള്ളവരും മഞ്ഞ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ നവംബർ ഡിസംബറിലാണ് കാശ്മീർ പോവാം. നമ്മൾ ഏപ്രിലായത് ട്യൂലിപ്പ് കാണണം എന്നുള്ള, ട്യൂലിപ്പ് ഗാർഡനും അതേപോലെ മറ്റ് പൂക്കൾ കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ട്യൂലിപ്പ് ഗാർഡനിലേക്കുള്ള യാത്ര എല്ലാവരും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ബസ് അങ്ങോട്ട് പോകുന്നില്ല. ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വീണ്ടും പതിവ് പോലെ 3-4 കാറുകളിലായിട്ട് ഞങ്ങൾ ഈ ട്യൂലിപ്പ് ഗാർഡൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക്. ഇങ്ങനെ മുകളിലേക്ക് പറഞ്ഞാൽ ചെറിയ കയറ്റം കയറി എത്തി ഗാർഡൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതോടുകൂടി നമ്മൾ ഞെട്ടും. അത്രയ്ക്കധികം പൂക്കൾ കയറി വരുന്നോർത്ത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കുറച്ച് പൂക്കളുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം ഇങ്ങനെ വിശാലമായിട്ട് പൂക്കളുടെ നിര വരിയായിട്ട് ഇങ്ങനെ പൂക്കൾ തന്നെ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ ഭയങ്കര വെയിലായപ്പോൾ അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് നടുവിൽ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പതുക്കെ തണലത്ത് പോയി നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എക്സിറ്റ് വേറെ സ്ഥലത്താണെന്ന് മനസ്സിലാവണം, കുറേ അകലെ ഇതിൻ്റെ അറ്റത്ത്. ഞാൻ പിന്നെ ഗേറ്റിൻ്റെ കാവൽക്കാരനോട് ചോദിച്ചപ്പോൾ ഒരു പട്ടാളക്കാരൻ ആള് എൻ്റെ പാട് കണ്ടിട്ടാണെന്നുകൊണ്ട് ശരി ഇതിൽ കൂടെ എന്നെ തിരിച്ചിറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിയുള്ളവർ വരുന്നവരവിടെ കാത്തു നിൽക്കുകയായിരുന്നു. 15 ലക്ഷം പൂക്കൾ 30 ഹെക്ടർ സ്ഥലത്ത് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പൂക്കളുടെ വർണ്ണപ്രപഞ്ചം കാണാൻ തന്നെയുണ്ട് ട്യൂലിപ്പ് ഗാർഡൻ. 5-ാം ദിവസം അവസാനം
സാന്റാമോനിക്കയുടെ കൂടെയാണ് ഞങ്ങൾ പോയിരുന്നത്. സാന്റാമോനിക്കയ്ക്ക് ഡാൽ തടാകത്തിൻ്റെ അടുത്ത് വെച്ച് നന്ദിയൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ പോയി പാക്കിങ് തുടങ്ങി. പിറ്റേ ദിവസം നേരത്തെ എണീറ്റ് പോകേണ്ടതായിരുന്നു. അങ്ങനെ 6ാമത്തെ ദിവസം പുലർച്ചെ എണീറ്റ് റെഡിയായി ചെക്കൗട്ട് ചെയ്തു. ശ്രീനഗർ എയർപോർട്ടിൻ്റെ അടുത്താണ് ഹോട്ടൽ, താമസിക്കുന്ന ഹോട്ടൽ. പക്ഷേ അതിന് എയർപോർട്ടിലെത്തുന്നതിന് മുമ്പ് ആർമിയുടെ ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ പോകേണ്ടി വന്നത്. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ആർമിക്കാർ വന്ന് ബസ്സിലെല്ലാ ലഗേജ് എടുത്ത് പുറത്തേക്ക് വെപ്പിച്ചു. എയർപോർട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ലഗേജൊക്കെ എക്സ്റേ മെഷീനിൽ കൂടെ കടത്തിയിട്ട് നമ്മൾ ഓരോരുത്തരെയായിട്ട് ചെക്ക് ചെയ്തു. അവസാനം എല്ലാ ലഗേജും തിരിച്ച് ബസ്സിൽ കയറ്റി എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് വീണ്ടും ഡൽഹിയിൽ 5 മണിക്കൂർ സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരിയിലെത്തിയപ്പോൾ ഒരു 7 മണിയൊക്കെയായി. ഉച്ചതിരിഞ്ഞ് 7 മണിയായി. എല്ലാവരും വിഷമത്തോടുകൂടി അവിടെ നിന്ന് പിരിഞ്ഞുപോയി അവരവരുടെ കുടുംബങ്ങളിലേക്ക്.